ഞാൻ നേരത്തെ പറഞ്ഞ മതിലുകൾക്ക് പകരമുള്ള മണ്ഡപങ്ങളാണ് അന്നത്തെ കാലത്ത് നർത്തകിമാർക്ക് താമസിക്കാനുള്ള സ്ഥലം. ഇവിടെയാണ് അവർ താമസിച്ചിരുന്നത്. ഈ അമ്പലത്തിന് ചുറ്റുമുണ്ട് ഇതുപോലെ ചുറ്റും. ഇതിൻ്റെ ഉള്ളിൽ നിറയെ ശിവലിംഗങ്ങളുണ്ട് അകത്ത്. അതുപോലെ ശിവലിംഗങ്ങളാണ് പല വലുപ്പത്തിൽ ഉള്ള ശിവലിംഗങ്ങൾ. ശിവലിംഗം, ഇത് വലിയ ശിവലിംഗം. ചിത്രകലകളും ഉണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്ത് പ്രകൃതിദത്തമായ എണ്ണച്ചായങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. ഇന്നത്തെ പോലെയുള്ള പെയിൻറ്റിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രകൃതിദത്തമായ സംഭവങ്ങൾ കൊണ്ട് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണിത് മുഴുവനും. നമ്മുടെ പൈതൃകം ഒന്ന് നോക്കൂ. ഇപ്പോഴത്തെ കുട്ടികളതൊക്കെ സ്കൂളിൽ പഠിക്കണ്ടോയെന്നറിയില്ല. നമ്മളൊക്കെ പഠിച്ചിരുന്നു ചോള രാജാക്കന്മാരുടെ കാലത്തുള്ള സംഭവങ്ങൾ. ഇതിൻ്റെ അകത്തൊക്കെയാണ് തഞ്ചാവൂരിൽ നിന്ന് വന്ന നർത്തകിമാർന്ന് കേട്ടിട്ടില്ലേ? മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ നാട് തഞ്ചാവൂർ ഉണ്ടോ? അതെ, അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെയാണിത്. എന്താ ശരിക്കും നമുക്ക് മുഴുവനും കരിങ്കല്ലിൽ മുഴുവനും എഴുതി വെച്ചിരിക്കുന്നത് അന്നത്തെ കാലത്തെ ഓരോ കാര്യങ്ങളാണ്. ക്ഷേത്രം ഇതാണ്.